നമസ്കാരം. പിണറായി വിജയന്റെ കേരളത്തിലെ ഭരണം കണ്ടാൽ ഓർമ്മ വരുന്നത് ഹിറ്റ്ലർ ഭരണത്തിലെ ഗീബൽസിനെയാണ്. ഇത്രയും തൊലിക്കട്ടിയുള്ള ഒരു അധികാരി കേരള ഭരണ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അത്രയേറെ കേരളം ചീത്തപ്പേര് കേട്ടിരിക്കുന്നു. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെ ആകരുത് എന്ന് പഠിപ്പിക്കുകയാണ് അദ്ദേഹം. ഭരണം കയ്യിലുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന നിലപാട് പിണറായി സർക്കാർ നേരത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുകയാണ്. ഇതെല്ലാം ആർക്കു വേണ്ടിയാണ്? ഇപ്പോൾ നടക്കുന്ന അഴിമതികൾ ഓരോന്നും മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് താഴേക്ക് പിണറായി എന്ന നേതാവിനെ എത്തിച്ചിരിക്കുന്നു. CPM രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഓരോ അഴിമതികൾക്കും മുഖ്യമന്ത്രി പദവി മറന്ന് കൂട്ടുനിൽക്കുന്നു. ഒരു പാർട്ടി സെക്രട്ടറി എന്ന നിലയിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ഭരണം നടത്തുന്നത്. അന്വേഷണ ഏജൻസികൾ കയറി ഇറങ്ങുന്ന കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടാവുന്നതിൽ കൂടുതൽ അഴിമതി ആരോപണം കിട്ടിക്കഴിഞ്ഞു. എന്നിട്ടും മാറ്റമൊന്നുമില്ല നമ്മുടെ സർക്കാരിനും സർക്കാർ നിലപാടുകൾക്കും. പൗരത്വ വിഷയത്തിലൊക്കെ എത്രയെത്ര നുണകളാണ് പിണറായി വിജയൻ ആവർത്തിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ വന്നപ്പോൾ കേരളത്തിന്റെ UDF MPമാരോ കോൺഗ്രസ് നേതാക്കളോ അതിനെതിരെ പറഞ്ഞോ എന്നാണ് ചോദ്യം. ഈ ചോദ്യം ചോദിക്കുന്നത് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി ഉപനേതാവ് MK മുനീറാണ്. പാർലമെന്റ് രേഖകളിലും പത്രദൃശ്യ മാധ്യമങ്ങളിലും പച്ചയായി കാണുന്ന വസ്തുതയെയാണ് ഒരു ഉളുപ്പുമില്ലാതെ തുടർച്ചയായി നിഷേധിച്ച് കളവ് പറയുന്നത് മുഖ്യമന്ത്രി. ലോക്സഭയിൽ ബില്ല് ആദ്യം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി ലീഡർ അധീർ രഞ്ജൻ ചൗധരി നടത്തിയ ഇടപെടലിന്റെയും കേരളത്തിൽ നിന്നുള്ള ശശി തരൂർ, PK കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, MK പ്രേമചന്ദ്രൻ തുടങ്ങിയവരുടെ പാർലമെന്റിലെ ഉജ്ജ്വല പ്രസംഗത്തിന്റെയും വീഡിയോ എല്ലാവർക്കും മുൻപിലുണ്ട്. ഹിറ്റ്ലർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ പ്രൊപ്പഗാൻഡ മന്ത്രിയായ ഗീബൽസിന് പകരം പിണറായി വിജയനെ നിയമിക്കുമായിരുന്നു എന്നാണ് MK മുനീറിന്റെ ആരോപണം. മുഖ്യമന്ത്രിയെ പോലെ കാപഠ്യമുള്ള മനുഷ്യനെ കണ്ടിട്ടില്ല. ചോര നക്കി കുടിക്കാൻ പറ്റുമോ എന്നാണ് മുഖ്യമന്ത്രി നോക്കുന്നത്. മോദിയിൽ നിന്ന് രാഹുലിലേക്ക് CPM ടാർഗറ്റ് മാറ്റിയിരിക്കുന്നു. മോദി വീണ്ടും അധികാരത്തിൽ വരുന്നത് പിണറായിക്ക് പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണമെന്നാണ് പിണറായിയുടെ ലക്ഷ്യം. മണിപ്പൂരിൽ പോയി അവരുടെ കണ്ണീരൊപ്പി ചേർത്തു പിടിച്ച രാഹുൽ ഗാന്ധിയോട് മണിപ്പൂരുമായി ബന്ധപ്പെട്ട ഒരു നിലപാടുമില്ലാത്തവനെന്ന് പറയാൻ പിണറായിക്ക് ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരെന്ന് MK മുനീർ ചൂണ്ടിക്കാട്ടുന്നു. പാർലമെന്റിൽ ശക്തമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. CPMന്റെ ഏക കനലായിരുന്ന ആലപ്പുഴയിലെ ആരിഫ് പാർലമെന്റിൽ CAAക്കെതിരെ ഒരക്ഷരം മിണ്ടിയോ? UDF MPമാരുടെ പ്രസംഗങ്ങളെയും ഇടപെടലിനെയും കുറിച്ച് ആരുമായും സംവാദത്തിന് തയ്യാറാണ്. കോൺഗ്രസ് ശക്തമായ നിലപാട് വ്യക്തമാക്കിയതാണ്. രാഹുൽ ഗാന്ധിയോളം ശക്തമായി CAA എതിർത്ത നേതാവിനെ കുറിച്ചാണ് ഇല്ലാ കഥകൾ പറയുന്നത്. പുതുതായൊന്നും പറഞ്ഞില്ലെന്നാണ് പിണറായി പറയുന്നത്. എപ്പോഴും നിലപാട് മാറ്റി പറയുന്ന പിണറായിയുടെ ജനസിൽപ്പെട്ട ആളല്ല രാഹുൽ ഗാന്ധി. എന്നിട്ടും എങ്ങനെയാണ് മുഖ്യമന്ത്രി പദവി പോലെ ഉന്നതമായൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇങ്ങനെ കള്ളം പറയുന്നത്? പിണറായിയുടേത് നുണ 101 ആവർത്തിച്ച് സത്യമാണെന്ന് വരുത്താമെന്ന ഗീബൽസിയൻ തന്ത്രമാണിത്. പൗരത്വം കേന്ദ്രത്തിന്റെ പരിധിയിൽ മാത്രം വരുന്ന വിഷയമാണെന്ന് രാഷ്ട്രീയമായി പ്രാഥമിക വിവരമെങ്കിലും ഉള്ള എല്ലാവർക്കും അറിയാം. RSSനായി ഭരിച്ച് മുസ്ലിം വേട്ടയുടെ എല്ലാ കരിനിയമങ്ങളും പ്രയോഗിക്കുന്ന പിണറായി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മോദി സർക്കാർ നോട്ട് നിരോധനം നടപ്പാക്കിയപ്പോഴും ഇവിടെ അത് നടപ്പാക്കാതിരുന്നുകൂടായിരുന്നോ എന്നും MK മുനീർ ചോദിക്കുന്നു. നിയമം നടപ്പാക്കിയാൽ മുസ്ലിം ലീഗ് ചെയ്ത പോലെ സുപ്രീം കോടതിയെ സമീപിക്കാം, രാഷ്ട്രീയമായും എതിർപ്പ് പ്രകടിപ്പിക്കാം, പ്രമേയം പാസ്സാക്കാം. അല്ലാതെ CAAക്കെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെയെല്ലാം ജാമ്യമില്ലാ വകുപ്പിൽ കള്ളക്കേസെടുത്ത് വർഷങ്ങളായി പീഡിപ്പിക്കുന്ന പിണറായി സർക്കാരിൽ ആരെങ്കിലും പ്രതീക്ഷ വെക്കുമോ? കേസ് പിൻവലിക്കുമെന്ന് രണ്ടാം പിണറായി സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിന് തിരഞ്ഞെടുപ്പ് ദിനം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പത്രങ്ങളിൽ പരസ്യം കൊടുത്തിരുന്നല്ലോ. പലതിലും വിചാരണ പൂർത്തിയായി ശിക്ഷ കഴിഞ്ഞു. വർഷം 3.5ആയിട്ടും 900ഓളം കേസുകൾ ഇപ്പോഴും കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ്. എന്നിട്ടാണ് RSSനായി ആഭ്യന്തരം ഉൾപ്പെടെ പണയം വെച്ച പിണറായിയുടെ പുതിയ കബളിപ്പിക്കൽ. അന്ധമായ കോൺഗ്രസ് വിരോധമാണ് CPMന്റെ എക്കാലത്തെയും മുഖമുദ്ര. അങ്ങനെയാണ് അവർ ഉപ്പുവെച്ച കലം പോലെയായത്. ഇപ്പോൾ ഗതികേട് കൊണ്ട് ബംഗാളിലും ത്രിപുരയിലും തമിഴ്നാട്ടിലുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ട് പിടിക്കുന്നതും അവരല്ലേ? ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയുന്ന CPMന്റെ മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ? കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ ജനവിരുദ്ധതയും അഴിമതിയും ഒത്തുകളിയും തുറന്നുകാട്ടി ജനങ്ങളെ അണിനിരത്തും. കേരളത്തിൽ 20ൽ 20 നേടുന്ന ഇന്ത്യ മുന്നണി 300ലേറെ സീറ്റുമായി അധികാരത്തിൽ വരും. പൂരപ്പറമ്പിലെ മുച്ചീട്ടു കളിക്കാരന്റെ റോൾ മാത്രമേ CPMനുള്ളൂവെന്നും MK മുനീർ പരിഹസിച്ചു. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം.